നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ്. അധിക വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കാണാം, എൻ്റെ വാട്സപ്പിലേക്ക് വരുന്ന ഫോട്ടോ വീഡിയോ ഗാലറിയിൽ കാണുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ അറിഞ്ഞു വെക്കേണ്ട ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. മാത്രമല്ല, ഇനി നിങ്ങൾ ആ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെച്ചാലും ചില അപ്ഡേറ്റിൽ അങ്ങനെ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഫോട്ടോസ് വീഡിയോസുകൾ ഗാലറി സേവ് ആകാതിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്നാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നല്ലെങ്കിൽ നാളെയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. വാട്സപ്പ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ ഐ ബട്ടൺ കാണും. ഈ ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും ഐ ബട്ടൺ. ചില മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻഫോ എന്നായിരിക്കും എഴുതി കാണിക്കുക. അത് ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ പെർമിഷൻസ് ഭാഗത്ത്, ഇവിടെ കാണുന്ന ഈ പെർമിഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ നോട്ട് അലോവ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ നോട്ട് അലോവ്ഡ് എന്നുള്ളതിൻ്റെ താഴെ ഭാഗത്താണോ ഈ ഫോട്ടോ ആൻഡ് വീഡിയോ എന്ന് കാണുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ അലോ ലിമിറ്റ് ആക്സസ് എന്നുള്ള ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക. ഈ രണ്ട് സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾവേസ് അലോ ഓൾ എന്നുള്ളതാണ്. എല്ലാ സമയത്തും നിങ്ങളുടെ വാട്സപ്പ് വീഡിയോ ഫോട്ടോകളൊക്കെ ഗാലറി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് സെലക്ട് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ നോട്ട് അലോവിൽ നിന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട സെറ്റിങ്സ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പെർമിഷൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അത്തരത്തിലുള്ള ഫോട്ടോ വീഡിയോ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഫോട്ടോ ആണോ വീഡിയോ ആണോ നിങ്ങൾക്ക് ഗാലറിയിൽ വേണ്ടതെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം സേവ് എന്നുള്ളൊരു ഭാഗം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന്. നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പിലാണെങ്കിലും അതുപോലെ വ്യക്തികളുടെ പ്രൊഫൈലിലാണെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്താണോ ഫോട്ടോ തിരഞ്ഞിട്ട് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സേവ് ചെയ്ത് നോക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. നേരത്തെ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ തിരഞ്ഞ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സേവ് കൊടുത്താൽ മതി. വീണ്ടും അത് സേവ് ആകും നിങ്ങളുടെ ഗാലറിയിൽ. അതിന് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വീഡിയോ ആണെങ്കിൽ ഇതുപോലെ തന്നെ വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ആകും. ഇനി നമ്മൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ഈ സേവ് ചെയ്ത ഫയലുകളാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഏത് സമയത്തും നിങ്ങൾ തിരഞ്ഞിട്ട് കാണാത്ത ഏതെങ്കിലും വാട്സപ്പിലെ ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ സേവ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗാലറിയിൽ ഡൗൺലോഡ് ആകാത്ത ഫോട്ടോ വീഡിയോ ആണെങ്കിലും ഇതുപോലെ സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.